हिस्टरी रिपीट कर दिया, हिस्टरी डिफीट कर दिया. ജയിച്ചടാ ജയിച്ചടാ ഇന്ത്യ ജയിച്ചടാ ഇന്ത്യ ചാമ്പ്യൻ വീണ്ടും വീണ്ടും ഇന്ത്യ ചാമ്പ്യൻ. ഈ വേൾഡ് കപ്പ് സഞ്ജുവിന് അവകാശപ്പെട്ടത് ഒരു മാറ്റവുമില്ല. ഈ വേൾഡ് കപ്പ് സഞ്ജുവിന് മാത്രം അവകാശപ്പെട്ടത് ഞാൻ പറയും. അവനില്ലായിരുന്നുവെങ്കിൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടില്ലടാ, കിട്ടില്ല. എന്തൊരു കളി! സത്യം പറഞ്ഞെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ വേൾഡ് കപ്പ് ഫൈനൽ കണ്ട് ഇത്രയും ദിവസം ടെൻഷൻ, അത് സെമി ആയിക്കോട്ടെ ക്വാർട്ടർ ആയിക്കോട്ടെ ടെൻഷൻ അടിച്ചാണ് കണ്ടത്. ഈ വേൾഡ് കപ്പ് എല്ലാം സത്യം പറഞ്ഞാൽ ഒരു 5 ഓവർ ആയപ്പോഴേ ഇന്ത്യ കളി ജയിച്ചു എന്ന് നമ്മൾ വിധി എഴുതി കഴിഞ്ഞു. അമ്മാതിരി അടിയും അമ്മാതിരി ഡോമിനന്റും. അപ്പോ ഇന്ത്യ ജയിച്ചറിയാ, എടാ ഇന്ത്യ ജയിച്ചു. സഞ്ജു ചക്കരയെ മുത്തേ, നിന്റെ ദേഹത്തിന് ആരെങ്കിലും തൊടുവ് നോക്കട്ടാ, നിന്റെ ദേഹത്ത്. ഇവിടെ നീ ആലോചിച്ച് നോക്കും, 3 കളി കൊണ്ട് ചെറുക്ക അടിക്കണ അടി കണ്ടോ ഫൈനലിൽ. സെഞ്ചുറി നഷ്ടപ്പെട്ടു പോട്ടെ, സെഞ്ചുറി ഒന്നും നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഇല്ല. സെഞ്ചുറിനൊന്നും നമ്മൾ അടിച്ചത് 89 റൺസ് അടിച്ചത് ഫൈനലിൽ. ഫൈനൽ ആയിക്കോട്ടെ, പിന്നെ ക്വാർട്ടർ ആയിക്കോട്ടെ, സെമി ആയിക്കോട്ടെ, ഈ 3ലും പയ്യൻ കളിച്ച കളി കണ്ടോ, അൺബിലീവബിൾ. ആർക്കും ഒരു ഇന്ത്യക്കാരനും ഇതുവരെയ്ക്കോട്ടും അവകാശപ്പെടാൻ പറ്റാത്തൊരു നേട്ടമാണ് സഞ്ജു നേടിക്കൊടുത്തത് ഇന്ത്യക്ക്. ആ നേട്ടത്തിലൂടെ മാത്രമാണ് ഇന്ത്യയുടെ ട്രോഫി ഇന്ന് വീണ്ടും ഇന്ത്യക്ക് ആ വേൾഡ് കപ്പ് ട്രോഫി ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്. ജയിച്ചടാ മോനെ, ജയിച്ചു. 8 നിലയിൽ തൂത്തു വിട്ടു ഓമാരെ, 8 നിലയിൽ പോടാന്ന് പറഞ്ഞു. 90 എന്റെ അമ്മോ, ഞാൻ എങ്ങനെ ഈ സന്തോഷം പ്രകടിപ്പിക്കുമെന്ന്. 96 റൺസിന്റെ കൂറ്റൻ ജയം, 96 റൺസിന്റെ കൂറ്റൻ ജയം. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്തിനാ മോശം അല്ലടാ ഇതിനൊക്കെ. ഇതുപോലത്തെ കളി ടോസ് നഷ്ടപ്പെട്ട് പോട്ടെ, ടോസ് നഷ്ടപ്പെട്ടാൽ ഒന്നും വേണ്ട. അടി അങ്ങോട്ട് സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ അവസാനം വരെ വെച്ചിരുന്നു. ലാസ്റ്റ് ഫൈനലിൽ അവൻ കൊണ്ട് ഇറക്കി തന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു, യവന്മാർ 10 ഓവർ നിൽക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ കളി ഇന്ത്യ ജയിച്ചു വന്ന്. എന്നാ അടിയാണ്. സത്യം പറഞ്ഞ 300 അടിക്കാനുള്ള കളിയായിരുന്നു അല്ലേ? ഇന്ന് 300 കടക്കാനുള്ള കളിയായിരുന്നു. ആ 3 വിക്കറ്റ് ആ ഒരു ഓവറിൽ പോയിരുന്നില്ലേ, 300 ഉറപ്പായിരുന്നു. സഞ്ജു എന്നാ അടിയാ, എന്തൊരു മാരക ഫോമുടെ സഞ്ജു, എന്തൊരു ക്ലാസ് പ്ലെയറുടെ, എന്ത് ക്ലാസിക്കൽ ഷോട്ടാണ് അടിച്ചത്. ഒരു രക്ഷയും ഇല്ലാത്ത. ബാക്കി വന്ന ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ, പിന്നെ സൂര്യകുമാർ ആയിക്കോട്ടെ, തിലക് ആയിക്കോട്ടെ, അവരൊക്കെ വന്ന് ഒരു ബൗണ്ടറി കടത്താൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്ന കണ്ടു. ഒരാളെ എടുത്തു പറയാൻ വിട്ടുപോയി, ഇഷാൻ കിഷൻ. എന്റെ അമ്മോ, അവന് ഈ ഒരു കളിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ. കാരണം ഈ 2 പേരും പൊളന്നടിച്ചോണ്ടിരിക്കുകയാണ്. ആര്? അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും പൊളന്നോണ്ടിരിക്കുമ്പോൾ ഒരു വിക്കറ്റ് പോയിട്ട് ആ ടെമ്പറമെന്റ് ഒട്ടും കളയാതെ അതേ ഫയറിൽ തന്നെ കളിച്ചു. ആ ചക്കക്കുരു പോലെ ഇരിക്കണവനല്ലേ, അതേ സ്റ്റൈലിൽ കളിച്ചു. കിടിലോ. പിന്നെ നമ്മുടെ ബുംറയുടെ കേസ് പറയാനുണ്ടോ മോനെ? എന്നാ ബൗളറാ. സത്യം പറഞ്ഞാൽ അവന്റെ ഒരു ബോൾ നേരെ ബാറ്റ് എടുത്ത് വെക്കാനും കൂടി അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഏകപക്ഷീയമായിട്ട് ഇന്ത്യ ജയിക്കും എന്ന് പറഞ്ഞില്ല, ഏകപക്ഷീയമായിട്ട് തന്നെ ജയിച്ചു. ഇന്ത്യയുടെ 7 അഴലത്തില്ലായിരുന്നു. ആ ഫിൻലാൻഡിന്റെ കേച്ച് പോയപ്പോ തന്നെ അപ്പൊ തൊട്ട് അവന്മാർ തോൽപ്പ. സത്യം പറഞ്ഞാൽ സഞ്ജുവും ഈ പറയുന്ന അഭിഷേക് ശർമ്മയും കൂടി അടി തുടങ്ങിയില്ലേ, അടി തുടങ്ങുമ്പോ തന്നെ അവന്മാര് കളി വിട്ടു എന്നുള്ളതാണ്. അവന്മാര് കളി വിട്ടു, അമ്മാതിരി അടിയാണ് അടിച്ചത്. ഫസ്റ്റ് ഓവർ സെക്കൻഡ് ഓവർ പതുക്കെ നോക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങി. അഭിഷേക് ശർമ്മ അങ്ങോട്ട് തുടങ്ങി, പട അങ്ങോട്ട് തുടങ്ങി. 4 സൈഡിൽ തുടർച്ചയായി 250 അടിച്ചോണ്ടിരിക്കുന്നു. 250+ ഇന്ത്യ അടിച്ചോണ്ടിരിക്കുകയാണ്. ചില്ലറ കളികളല്ല. മനസ്സിലായോ? നീയൊക്കെ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയോ? ഒന്നുമല്ല ഇന്ത്യയുടെ ഫ്രണ്ടില്, പ്രത്യേകിച്ച് ന്യൂസിലൻഡ് ഒരു തേങ്ങയല്ലെന്ന് മനസ്സിലാക്കിയോ? എന്റെ കർത്താവേ, 96 റൺസിന്റെ ജയം. നമ്മുടെ പയ്യൻ, നമ്മുടെ ട്രിവാൻഡ്രത്തുകാരൻ, നമ്മുടെ പൂവാറുകാരൻ, അവൻ അടിച്ച അടി കണ്ട, നമ്മുടെ കേരളീയൻ, അവൻ അടിച്ച അടി കണ്ടോ? സഞ്ജു സാംസന്റെ പേര് തന്നെ ഈ ഒരു വേൾഡ് കപ്പ് എഴുതി വെക്കും. അവൻ ഇല്ലെങ്കിൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടില്ല, 100% ഉറപ്പ്. അന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യ തോറ്റ് പുറത്തിറങ്ങി ഇരിക്കേണ്ടി വന്ന എല്ലാവരുടെ പ്രവചനത്തിനും എന്റെയൊക്കെ പ്രവചനം തേങ്ങ കൊല. ഒരാൾ തുടർച്ചയായിട്ട് പിന്നീട് എന്താണ് വേൾഡ് കപ്പ് നേടില്ല.
മറ്റതാണ്, മറിച്ചതാണ്, കോപ്പാണ്. എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തായി? തുടർച്ചയായിട്ട് നേടിയ 3 വേൾഡ് കപ്പ് ആയ വേറെ ഏത് ടീമിനുണ്ട്? ഇത്തിരി പുളിക്കും. എന്റെ പൊന്ന് സഞ്ജീവേ, ചക്കരെ, മുത്തേ, നീ 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 വേറെ ലെവലടാ. നീ വേറെ ലെവൽ. എന്റെ അമ്മയെ 255 റൺസ് ഫൈനലി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ലേ. 255 റൺസ്, മനസ്സിലായോ? അവന്മാര് വെറും 259 റൺസിന് ആൾ ഔട്ടായി. 19ാമത്തെ ഓവറിൽ ആൾ ഔട്ടായി. ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, വരുൺ ചക്രവർത്തി ഈ വർഷം ഫോം ആയില്ല എന്നുള്ളത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ പറയാതിരിക്കാൻ പറ്റുമോ? അക്ഷർ പട്ടേൽ 3 വിക്കറ്റ് തള്ളിയിട്ടത്. ബുംറയെ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേറെ ടൈപ്പാണ്. അവൻ നമ്മൾ എത്ര അങ്ങനെ ടൈപ്പാണ്. അവന്റെ ബോൾ തൊടാൻ കൊണ്ട് പറ്റത്തില്ല. 4 വിക്കറ്റ്, എല്ലാം യോർക്ക്, സ്ലോ യോർക്കർ, ഇട്ടില്ല പട്ടേ. ഒരു അസാധ്യ ബൗളർ തന്നെ കേട്ടാ, അസാധ്യം. ഇത് അതുപോലത്തെ ഒരു ബൗളർ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതുപോലത്തെ ഒരു ബൗളർ. അപ്പോ ഹിസ്റ്ററിയെ നമ്മൾ ഡിഫീറ്റും ചെയ്തു, ഹിസ്റ്ററിയെ നമ്മൾ റിപ്പീറ്റും ചെയ്തു. ഇവിടെ നീ നോക്കിക്കോ, ടോസ് അവന്മാർക്ക് കിട്ടി, ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുത്തു. സഞ്ജു സാംസൺ 8 6 5 4. ഇവിടെ ഫൈനലാണെന്ന് ഓർക്കണം. ആ ടെൻഷൻ, ഇത്രയും ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇരിക്കണം നോക്കണം. അവിടെ വെച്ചാണ് അടിച്ചത്. 46 ബോളിൽ നിന്ന് 89 റൺസ്. ഇതിനപ്പുറം ഫൈനലിൽ ഒരു ബാറ്റ്സ്മാൻ, ഇതെനിക്കൊന്നും ഇതുവരെ കേട്ടും ഇന്ത്യയിലെ ഒരാളും ഫൈനലിൽ ഇത്രയും റൺസ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് അതും ഒരു കിടിലം 6 പോകാനുള്ളതായിരുന്നു. ആ പോട്ടെ, അവൻ അടിച്ചു 8 6 5 4 അടിച്ചു, 89 റൺസ്. പിന്നീട് ശർമ്മയുടെ കേസ് പറയാതിരിക്കാനേ പറ്റില്ല. 21 ഇതുവരെ ടക്കായി ഞാൻ പറഞ്ഞു എടുത്ത് കളയാം. എല്ലാരും പറഞ്ഞു അവനെ മാറ്റിയിട്ട് വേറെ ആളുടെ. പക്ഷെ ഫൈനൽ റൺ അവൻ കൊണ്ടുവന്നളകെ 21 ബോളിൽ 3 6 6 4 കൂടി 21 ബോളിൽ 52 റൺസ് അടിച്ചത്. മനസ്സിലായോ? ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത് 98ലാണ് ആദ്യത്തെ വിക്കറ്റ്. അപ്പോൾ അവരുടെ വെറും 7.1 ഓവറേ ആയിട്ടുള്ളൂ. 7.1 ഓവറിൽ 98 റൺസ് ആയിട്ടുണ്ട് ഇന്ത്യക്ക്. രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് സഞ്ജു സാംസൺ ആണ്. ആ 203ലാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് സഞ്ജു. അപ്പോൾ ഇന്ത്യയുടെ വെറും 15 ഓവർ 15.1 ബോൾ എറിയുമ്പോഴാണ് 203ലാണ് സഞ്ജു സാംസൺ ഔട്ട്. അപ്പൊ തന്നെ ഇന്ത്യ കരകയറ്റി. മനസ്സിലായോ? ഇന്ത്യ അപ്പൊ തന്നെ ജയിച്ചു എന്ന് പറയാം. പിന്നെ അങ്ങോട്ട് 1-2 വിക്കറ്റുകൾ പറ പോയി എന്നുള്ളത്. പിന്നെ അവസാനം നമ്മുടെ ഡൂബെയല്ലോ, ശിവൻ ഡൂബെ വന്ന ഒരു നെരിപ്പും കൂടി നെരിച്ചു. ഒരു ഓവർ എനിക്ക് 24 അങ്ങനെ എന്തോ അടിച്ചു അല്ലേ ശിവൻ ഡൂബെ. അവൻ വന്ന് ഒരു നെരിപ്പ് നെരിച്ചപ്പോ കിടിലമായിരുന്നു. അവൻ വന്ന് 8 ബോളുകളിൽ 26 റൺസും 2 6 3 4 അടിച്ചു. കിടിലമായിട്ട് ലാസ്റ്റ് ഓവർ പുറം വിട്ടിട്ടുണ്ട്. അപ്പോ നോക്കാം. സഞ്ജു സാംസൺ 89, പിന്നീട് അഭിഷേക് ശർമ്മ 52, വെറും 21 ബോളില്. ഇഷാൻ കിഷൻ പറയാതിരിക്കാൻ വയ്യ. ഇഷാൻ കിഷൻ ഒരു ഈ പറയുന്ന നമ്മുടെ മറ്റവനെ മാറ്റിയിട്ട് ചുമ്മാ ഗില്ലിനെ മാറ്റിയിട്ട് കൊണ്ടുവന്നത്. അത് ചുമ്മാ കൂടെ പോയ നേട്ടം. ആ ഒരു ചേഞ്ച് അവസാനം ഇത്രയും എന്താണ് ഈ പറയുമ്പോൾ ചങ്കൂട്ടത്തോടെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. വൈസ് ക്യാപ്റ്റൻ ആയിട്ടിരുന്ന ശുഭ്മൻ ഗില്ലിനെ മാറ്റിക്കൊണ്ട് അവിടെ ഇഷാൻ കിഷനെ കൊണ്ടുവന്നു എന്നുള്ളൊരു ചേഞ്ച് ഉണ്ടല്ലോ അവിടെ. അതുപോലെ മറ്റൊരു പോസിറ്റീവ് നമുക്ക് ഉണ്ടായി. എവിടെയെന്നറിയാമോ? സൗത്ത് ആഫ്രിക്കയുടെ 8 നിലയിൽ പൊട്ടിയത്. സൗത്ത് ആഫ്രിക്കയുടെ 8 നിലയിൽ പൊട്ടിയത് കൊണ്ട് മാത്രമാണ് സഞ്ജു സാംസനെ ടീമിലേക്ക് എടുത്തത്. ആ പയ്യൻ അതിനുശേഷം അടിച്ച അടികൾ, എടാ ദൈവം സഹിക്കോ, പെട്ട തള്ള സഹിക്കോ. അമ്മാതിരെ അടിയല്ലേ അടിച്ച് തള്ളിക്കളഞ്ഞ്. അപ്പോ ഹാർദിക് പാണ്ഡ്യ ഇന്ന് വലുതായിട്ടൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കേച്ചും കളഞ്ഞു. ആദ്യം വളരെ റെയറായിട്ടാണ് അവിടെ നിന്ന് കേച്ച് കളയുന്നത് കാണുന്നത്. സൂര്യകുമാർ യാദവ് കുറ്റം പറഞ്ഞ കാലില്ല, ഫസ്റ്റ് ബോൾ തന്നെ അടിക്കാൻ ശ്രമിച്ചു, ഡക്കായി. അതിലൊന്നും എനിക്കൊരു വിഷയമില്ല. കൊട്ടി കളയരുത് എന്നുള്ളതാണ്. അപ്പോ അവന്മാരെ ബൗളിംഗ് നോക്കട്ടെ. എല്ലാം 12 5 എല്ലാം 24. ഫെർഗൂസന് 24 ശരാശരി. 2 ഓവർ ആയിരുന്നു, 48 റൺസ് ആണ് ഫെർഗൂസൺ അടിച്ചു വെച്ചിരിക്കുന്നത്. സച്ചിന്റെ എല്ലാവരും ഓട്ടിച്ചിട്ട് അടിച്ചു എന്നുള്ളതാണ്. അടുത്ത ഫിൻലാൻഡിന്റെ ഒരു കേച്ച്. അമ്മയുടെ ആ കേച്ച് കളഞ്ഞപ്പോ എനിക്ക് തലയ്ക്ക് പുട്ടി കേച്ചാ കൊണ്ട് കളഞ്ഞത്. ട്രോഫി ആയിരുന്നു അത്. പക്ഷേ എന്ത് ചെയ്യാം, ഉടനെ തന്നെ അവൻ പോയി എന്നുള്ളതാണ്. അക്ഷർ പട്ടേൽ കിടിലമായിട്ട് എറിഞ്ഞു. ഈ പറയുന്ന കളി തുടങ്ങുന്ന മുമ്പേ ഫിൻലാൻഡ് അക്ഷർ പട്ടേലിനെ അക്ഷർ പട്ടേൽ എപ്പോഴും തള്ളിയിടും എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷർ പട്ടേലിനെ നേരത്തെ കൊണ്ടുവരണം എന്നൊക്കെ അഭിപ്രായം വന്നു. പക്ഷെ നേരത്തെ കൊണ്ടുവന്ന് അവൻ തള്ളിയിടുകയും ചെയ്തു. 3 വിക്കറ്റ് കിട്ടില്ലമായിട്ട് തള്ളി കിട്ടുന്നു. വരുൺ ചക്രവർത്തിക്ക് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന മീഡിയം പേസ് പോലെ അവരെ അടിക്കുകയാണ്. ടേൺ ഇല്ലല്ലോ. മീഡിയം പേസ് ആണ് സ്പിന്നർ എന്ന് വിചാരിക്കരുത്, മീഡിയം പേസ് ആണ് എന്നുള്ള രീതി നിന്ന് കഴിഞ്ഞാൽ
അവന് കിട്ടുമെന്നുള്ളത്. പിന്നെ മറ്റേ ഷെരീഫ് മാത്രം ഒരു 26 ബോളിൽ നിന്ന് 52 റൺസ് അടിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒരു പിന്നെ അവരുടെ ക്യാപ്റ്റൻ അത് അവസാന ഘട്ടങ്ങളിൽ അടിച്ച വേറെ ഒരു 31 ഫസ്റ്റ് വിക്കറ്റ് പോയി, 32 രണ്ടാമത്തെ വിക്കറ്റ് പോയി, 47 മൂന്നാമത്തെ വിക്കറ്റ് പോയി, 74 പിന്നെ പട്ട പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ ഒരു പുട്ട് കേച്ച് കളഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മുടെ ചക്കക്കൂരി ഉണ്ടല്ലോ ഇഷാൻ കിഷൻ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. 1-2 ക്യാച്ചുകൾ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. തിലക് വർമ്മ 1-2 സൂപ്പർ ക്യാച്ചുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്റെ അമ്മ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഇന്ത്യയെ കടത്തി വെട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് പോലും ബൗളിംഗ് ആയിക്കോട്ടെ, ഫീൽഡിംഗ് ആയിക്കോട്ടെ, ഈ പറയുന്ന ബാറ്റിംഗ് ആയിക്കോട്ടെ, എന്റെ 96 റൺസിന് ഏകപക്ഷീയമായിട്ട് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം വലിയ മാർജിനിൽ ഈ പറഞ്ഞ ഫൈനലിൽ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനലിൽ 250 മേളിൽ റൺ അടിക്കുക എന്ന് പറയുന്നത് T20 സ്വപ്നതുല്യമല്ലേ? സ്വപ്നതുല്യമായിട്ടുള്ള ഒരു റൺ അടിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് 96 റൺസിന് സൂപ്പറായിട്ട് അവൻ എറിഞ്ഞു പിടിക്കുകയും കൂടി ചെയ്തു. അമ്മേടാ അയ്യോ സത്യം പറഞ്ഞ ഇന്ന് കൊട്ടടിക്കാൻ മറന്നുപോയി. നമുക്ക് ലാസ്റ്റ് ഒരു കൊട്ട് വേണം. ആവശ്യത്തിന്റെ പുറത്ത് കൊട്ട് മറന്നുപോയതാണ്. ക്ഷമിക്കുക പിള്ളേരെ, ക്ഷമിക്കുക. വരുൺ ചക്രവർത്തിക്ക് മാത്രമാണ് ഇവിടെ അടി കിട്ടിയത്. 3 ഓവർ 39 റൺസ് ഇട്ടുകൊടുത്തുകൊണ്ട്. മനസ്സിലായോ? വേറെ അവസാനം അഭിഷേക് ശർമ്മ വന്ന് ഒരു വിക്കറ്റും കൂടി എടുത്തു എന്നുള്ളത്. ആർക്കാണ് മാൻ ഓഫ് ദി മാച്ച്, ആർക്കാണ് ഈ പറയുന്ന മാൻ ഓഫ് ദി സീരീസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. മാൻ ഓഫ് ദി മാച്ച് മിക്കവാറും നമ്മുടെ ബുംറയ്ക്ക് ആയിരിക്കാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. സീരീസ് സഞ്ജുവിന് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നുള്ളതാണ്. ഞാൻ അതിന് മുമ്പേ വന്നു എന്നുള്ളത്. ഇപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യ അങ്ങനെ വീണ്ടും ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇന്ത്യ വീണ്ടും ചാമ്പ്യന്മാരായിരിക്കുന്നു. T20 തുടർച്ചയായിട്ട് 3 വേൾഡ് കപ്പ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പിന്നീട് T20 ആയിക്കോട്ടെ, അതിനുശേഷം വന്ന വൺഡേ ആയിക്കോട്ടെ, ഇപ്പൊ അടുത്ത വീണ്ടും T20. അപ്പൊ ഇന്ത്യയെ ക്രിക്കറ്റിൽ വെല്ലാൻ വേണ്ടിയിട്ട്, കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു തെണ്ടികളും ഇല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കേണ്ടത് സഞ്ജു സാംസന് മാത്രം അർഹതപ്പെട്ട ഒരു ട്രോഫിയാണെന്ന് ഞാൻ വീണ്ടും പറയും. ആ ഒരു ചെറുക്കനെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് ഈ ട്രോഫി കിട്ടത്തില്ല. 100% ഞാൻ തരാം. അവന്റെ ആ ബാറ്റിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇത്തിരി പാടുപെട്ട ഇതിലോട്ട് വരത്തുള്ളൂ എന്നുള്ളതാണ്. അതും ഫൈനലിൽ വരെ ഈ പറയുന്ന ഒരു കളി മാത്രമല്ല, അത് ക്വാർട്ടർ ആയിക്കോട്ടെ, സെമി ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, എല്ലായിടത്തും നിരന്തരമായി 80-ൽ കൂടുതൽ റൺസ് അടിക്കുകയും റൺസ് അടിച്ചതല്ലേ, അവൻ നിന്ന് അടിച്ചവൻ കളിച്ച ആ ഒരു സ്റ്റൈല് കാണണം. മനസ്സിലായോ? ക്ലാസിക് ഷോട്ട്. ഇതൊക്കെ സഞ്ജു തന്നെ അടിക്കുന്നത് എന്ന് പോലും നമ്മൾ ചില സമയത്ത് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ 2-3 അടി അടിച്ച് ഒരു പിന്നീട് പറഞ്ഞത് പോണ എടുത്ത് പൊക്കെ അടിച്ച് പിന്നെ വിക്കറ്റ് തുളച്ച് കളയുന്ന ഒരു സഞ്ജുവിൽ നിന്ന് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഇനി ചുണയുള്ളവൻ സൂര്യകുമാർ യാദവിനെ എടുത്ത് മാറ്റിയാലും പോലും സഞ്ജു സാംസനെ അവരുടെ ടീമിൽ എടുത്ത് മാറ്റാൻ ഇവർ 4 വട്ടം ആലോചിക്കും, വിറയ്ക്കുമാര്, കത്തിക്കും ആൾക്കാര്. മനസ്സിലായി? അമ്മാതിരി കളിയായിരുന്നു. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത്, ഈ ഒരു വേൾഡ് കപ്പ് ഏറ്റവും അർഹതപ്പെട്ടവൻ ആരും ചോദിച്ചത് സഞ്ജു സാംസനാണ്. സഞ്ജു സാംസനാണ് ഏറ്റവും കൂടുതൽ അർഹത ഈ വേൾഡ് കപ്പിനുള്ളത് എന്നുള്ളത്. പിന്നെ അറിയാം, സൂര്യകുമാർ യാദവിന്റെ ഭാഗ്യം, അവന്റെ ക്യാപ്റ്റൻസി എല്ലാം ഇതിൽ ഉൾപ്പെടുന്നത്. എല്ലാവരും അവരുടേതായിട്ട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ബുംറ ആയിക്കോട്ടെ, അക്ഷർ പട്ടേൽ ആയിക്കോട്ടെ, ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ, ശിവൻ ദൂബെ ആയിക്കോട്ടെ, ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, അവസാനം വന്ന് കളിച്ച പിന്നീട് ശർമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ നടങ്ങിയിട്ടുണ്ട്. തിലക് വർമ്മ ആയിക്കോട്ടെ. എങ്കിൽ കൂടിയും ഈ പറയുന്ന ആരില്ലായിരുന്നുവെങ്കിൽ, സഞ്ജു സാംസൺ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ത്യ വീണ്ടും ചാമ്പ്യൻ. എന്റെ കർത്താവേ, നമുക്ക് വീണ്ടും 1-2 വീഡിയോ കൂടെ ആയിട്ട് വരണം, എടുക്കണം. ജയ് ഹിന്ദ്.